ഗൂഗിളിൻ്റെ ഗൂഗിൾ പിക്സൽ 10 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ 10 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.3 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. അപ്പോൾ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറവായിരിക്കും. അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ സൈസ് ഇതിൽ വരുമെന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു സ്മാർട്ട് ഫോണിൽ പഞ്ചോൾ ഡിസൈൻ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷൻ ഇതിൽ വരും. അത് നല്ലൊരു പ്രൊട്ടക്ഷനൊക്കെ വന്നേക്കാം. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 3000 nits ആയിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വന്നേക്കാം. അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ടെൻസർ G5 പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. ഇത് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ സ്വന്തം പ്രോസസ്സറാണ്. ഇപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സറാണെങ്കിലും സ്നാപ്ഡ്രാഗൺ 8 Eliteൻ്റെ ലെവലിലോ അല്ലെങ്കിൽ MediaTek Dimensity 9400+ എന്ന പ്രോസസ്സറിൻ്റെ ലെവലിൽ വരുന്ന പെർഫോമൻസ് തന്നോളണം എന്നില്ല. എന്നാലും അതിൻ്റെ അടുത്ത് വരുന്ന ഒരു പെർഫോമൻസൊക്കെ തരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. പക്ഷേ മറ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവലിൻ്റെ ആ ഒരു ലെവലിൽ വരുന്ന ഒരു പ്രോസസ്സർ ആയിക്കോളണം എന്നില്ല ഇത്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 12 GB റാമും 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നതായിരിക്കും. പിന്നെ ഫോൺ ഹീറ്റാകാതിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന VC കൂളിംഗ് സിസ്റ്റം ഇതിൽ ഇക്കൊല്ലം വരില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ഇപ്പം സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. പിന്നെ ഗൂഗിളിൻ്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വളരെ ഫാസ്റ്റായിട്ട് ലഭിക്കും. പൊതുവേ ആദ്യം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുന്നത് ഗൂഗിളിൻ്റെ ഡിവൈസുകളിലായിരിക്കും. പിന്നെ കുറച്ചധികം കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഇതിൽ ലഭിച്ചേക്കാം. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. അപ്പം ഇതിൽ 48 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. OSൻ്റെ സപ്പോർട്ട് വരും. 12 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 10.8 MP ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നതായിരിക്കും. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 10ൽ തന്നെ ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമുക്കൊരു 10 MP സെൽഫി ക്യാമറയൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 4970 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാം. പിന്നെ 29 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുള്ളൂ. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുള്ളൂ. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൽ മിക്കവാറും ചാർജർ ഉണ്ടാവില്ല. ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ബാറ്ററി സെറ്റപ്പ് വളരെ മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. തിരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഓഗസ്റ്റ് 28 ലോഞ്ച് ചെയ്തേക്കാം എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കറക്റ്റ് ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പിക്സൽ 9 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വില തന്നെ 75,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫോണിൻ്റെ വിലയും നമുക്ക് ഒരു 75,000 രൂപ പ്രൈസ് റേഞ്ചിൽ അല്ലാന്നതിൽ അതിനേക്കാൾ കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ഫോൺ നമ്മൾ ഒരു 75,000 80,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഗൂഗിൾ പിക്സൽ 9 എന്ന സ്മാർട്ട് ഫോണിൽ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഇതിൽ അത് വരുന്നുണ്ട്. വില കുറച്ച് കൂടാൻ തന്നെയാണ് സാധ്യത. 80,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. എന്തായാലും ഗൂഗിളിൻ്റെ ഗൂഗിൾ പിക്സൽ 10 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.